സുഭാഷിതം. ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും പരാജയപ്പെടുമ്പോൾ നാം വിഷാദ ചിന്തയിലേക്ക് അകപ്പെട്ടു പോകും. അത് പരിധി വിട്ടാൽ ജീവിതം തന്നെ താറുമാറാകും. ഉയർച്ചയും വീഴ്ചയും ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. അത് മനസ്സിലാക്കി വേണം നാം ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടേണ്ടത്. എല്ലാം കഴിഞ്ഞു, ഇനി മുമ്പോട്ടൊരു ജീവിതമില്ല. സാഹചര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂലമാകുന്നു. ഈ ഒരവസ്ഥയിൽ കൂടിയാണ് ദാവീദ് ഒരു കാലത്ത് കടന്നുപോയത്. ദൈവം തനിക്ക് ബോധിച്ച പുരുഷനായി കണ്ട വ്യക്തി, തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചവൻ, രാജാഭിഷേകം തലയിൽ വീണവൻ, മല്ലനായ ഗോല്യാത്തിനെ ഒറ്റ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയവൻ, ശൗൽ രാജാവിന്റെ പടജനത്തിന് മേധാവിയായിരുന്നവൻ, ഫിലിസ്ത്യരോട് പടവെട്ടി കഠിനമായി യുദ്ധത്തിൽ തോൽപ്പിച്ചവൻ. ഒരിക്കൽ അദ്ദേഹം എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്തു പറഞ്ഞു. വിഷാദത്തിലും നിരാശയിലും കടന്നു പോവുകയാണ്. കൊട്ടാരത്തിൽ ജീവിച്ചവൻ കാട് നീളെ ഓടുന്നു, ഗുഹകളിൽ അഭയം പ്രാപിക്കുന്നു. ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നിവർത്തിയില്ലാതെ ഗത്ത് രാജാവായ ആകീശിനെ അഭയം പ്രാപിച്ചു. തന്നോടുകൂടെ 600 ആളുകളുമുണ്ടായിരുന്നു. അവനോട് കൂടെയുള്ളവര് ആരൊക്കെ ആയിരുന്നു എന്ന് 1 ശമൂവേൽ 22 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടും ദാവീദിന് ഇവരെ വിട്ടുകളയുവാൻ താല്പര്യമില്ല. അവൻ ഗത്ത് രാജാവായ ആകീശിനോട് നാട്ടിൻപുറത്തൊരു ഊരിൽ എനിക്കൊരു സ്ഥലം കൽപ്പിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. ആകീശ് സിക്ലാഗ് എന്ന സ്ഥലം ദാവീദിന് കൽപ്പിച്ചു കൊടുത്തു. ആകീശിനോടൊപ്പം യുദ്ധം ചെയ്യുവാൻ ദാവീദ് കടന്നുപോയെങ്കിലും ഫെലിസ്തീയ പ്രഭുക്കന്മാർ അനുവദിച്ചില്ല. തൽഫലമായി താൻ സിക്ലാഗിലേക്ക് മടങ്ങി വന്നു. 1 ശമൂവേൽ 30 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദാവീദും അവന്റെ ആളുകളും 3 ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്യർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. തന്നെയുമല്ല, അവരുടെ ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി അവർ കൊണ്ടുപോയി. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകോളം ഉറക്ക കരഞ്ഞു. 6 വാക്യം വായിക്കുന്നത്, ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, പടയെ പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ ചൂട്ടും കെട്ടി പടയെന്ന്. ദാവീദിന്റെ അനുഭവവും അങ്ങനെ തന്നെയായി തീർന്നു. ദാവീദ് ഇപ്പോഴും ശൗലിന്റെ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അമാലേക്യരുടെ ആക്രമണത്തിന് തങ്ങളുടെ കുടുംബങ്ങളെ ഇരയാക്കാൻ തന്നെ കുറ്റപ്പെടുത്തുന്ന തന്റെ ആളുകളുടെ പരിഭ്രാന്തി അവന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ദാവീദിനെ പോലെ ഇത്ര വലിയ കഷ്ടത്തിലൊന്നും നാം അകപ്പെട്ട് കാണുകയില്ലായിരിക്കും. എന്നാൽ ചില സിക്ലാഗ് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. എല്ലാ വശങ്ങളിൽ നിന്നും ചിലപ്പോൾ നാം ആക്രമിക്കപ്പെട്ടേക്കാം. കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, തലമുറകളെക്കുറിച്ചുള്ള വേദനകൾ, ശരീരം കൊണ്ട് വഹിക്കാൻ കഴിയാത്ത രോഗദുഃഖങ്ങൾ, ജോലി ചെയ്യുന്നയിടത്തുള്ള പ്രതികരണങ്ങൾ, പ്രശ്നങ്ങൾ, അധികാരികളുടെ ഭീഷണികൾ, സംശയം,
ചോദ്യം ചെയ്യൽ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാകും. ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കാം, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല, എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചേക്കാമെന്ന്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അതതിനൊരു പരിഹാരമല്ല. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനുള്ള ആത്മധൈര്യം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനുണ്ടാകും. ദാവീദ് അവിടെ എന്താണ് ചെയ്തതെന്ന് നാം വായിച്ച കുറുവാക്യത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ബട്ട് ഡേവിഡ് ഫൗണ്ട് സ്ട്രെങ്ത് ഇൻ ദ ലോർഡ് ഹിസ് ഗാഡ്. കുടുംബം നഷ്ടപ്പെട്ടപ്പോൾ, സ്വന്തം ജീവന് ഭീഷണിയായി തീർന്നപ്പോൾ, പരാജയത്തിന്റെ പടിക്കുഴിയിലേക്ക് ഒന്നൊന്നായി താണുകൊണ്ടിരുന്നപ്പോൾ ദാവീദ് തന്റെ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തപ്പോൾ അവന്റെ ആത്മധൈര്യം വർദ്ധിച്ചു. തുടർന്ന് കാണുന്നത്, അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ചു. അതിന്റെ 18-19 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുപോന്നു. നമുക്ക് വിജയം അനുഭവിക്കണമെങ്കിൽ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരിക്കുന്നത്, സക്സസ് ഈസ് ദ എബിലിറ്റി ടു ഗോ ഫ്രം വൺ സക്സസ് ടു അനദർ വിത്ത് നോ ലോസ് ഓഫ് എൻതൂസിയാസം. ഒരു വിജയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഉത്സാഹം നഷ്ടപ്പെടാതെ പോകാനുള്ള കഴിവാണ് വിജയം. ഏതെല്ലാം തരത്തിലുള്ള കഷ്ടപ്പാടുകളും വേദനകളും നിരാശകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും വിഷാദപ്പെട്ടും നിരാശപ്പെട്ടും പോകാതെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും കൂടെയിരിക്കുന്ന കർത്താവിൽ ആശ്രയിക്കുവാനും ധൈര്യപ്പെടുവാനും മനസ്സുവെച്ചാൽ നമ്മെ സഹായിച്ച് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ നല്ല കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ജീവിതത്തിലെ നഷ്ടങ്ങളും കഷ്ടങ്ങളും പരാജയങ്ങളും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവസാന അധ്യായങ്ങളല്ല എന്ന് ഓർക്കണമേ. ദൈവത്തിൽ ധൈര്യപ്പെടാം, ആത്മശക്തി പുതുക്കാം, വിജയം കൈവരിക്കാം. God bless you all with these words.